ഹലോ ഗൈസ്, ഇന്ന് ഞായറാഴ്ചയാണ്. പുറത്തൊക്കെ നല്ല മഴയാണ്. കാലവർഷത്തിന്റെ മഴ തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല മഴയാണ്. മനുഷ്യൻ മടി പിടിപ്പിക്കുന്ന തരത്തിലുള്ള മഴയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാകാൻ പോണത് നമുക്ക് നോക്കി നോക്കാം. പിന്നെ ഒരു റൂമിന് AC ലീക്കിങ് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി AC ലീക്കിങ് ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അത് നോക്കാനായിട്ട് വന്നിരിക്കാം. നോക്കി നോക്കാം. അപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ AC-യുടെ അവസ്ഥ. ഇതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ലീക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. എഴുതി പിടിച്ചിട്ടുണ്ടോ? ഫിൽറ്ററൊന്നും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇത് മൊത്തം ഐസ് പിടിച്ചിരിക്കുക. ഇന്നലെ മൊത്തം 16 ഓടിച്ചിട്ടുണ്ടാവും. അപ്പോൾ കണ്ടിന്യൂസ്ലി കുറഞ്ഞ ടെമ്പറേച്ചറിലിട്ട് ഓടിച്ചിട്ട് മൊത്തം ഐസ് പിടിച്ചിരിക്കുവാണ്. ഇതൊന്ന് കുറച്ച് നേരം ഫാൻ മോഡിൽ ഇട്ട് കൊടുക്കാം. ഇട്ടിരിക്കുന്നുണ്ട് ലീക്കായിട്ട്. നമുക്കൊന്ന് എല്ലാം ഒന്ന് തുടച്ച് ക്ലിയർ ആക്കിയിടാം. റിമോട്ടിൽ നമുക്ക് ഫാൻ മോഡിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഫാൻ മോഡിൽ കിടക്കട്ടെ. AC-യുടെയും പിന്നെ മഴയുടെയും തണവും കാരണം ഇങ്ങനെ അതിൻ്റെ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ മൂടൽ പിടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. AC നമ്മൾ ഫാൻ മോഡിൽ ഇട്ടിട്ട് ഏതാണ്ട് ഒരു മണിക്കൂറോളം ഓൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഐസും കാര്യങ്ങളൊക്കെ ഇപ്പം മെൽറ്റായി പോയിട്ടുണ്ട്. അതിൻ്റെ ലീക്കിങ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ ഉണ്ട്. കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഐസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മെൽറ്റായി പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബഡിക്കൊരു ഹെഡ്സെറ്റിൻ്റെ കൊറിയർ വന്നായിരുന്നു. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യാണ്. മര്യാദയ്ക്ക് എടുക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് അതിൻ്റെ കവറൊക്കെ നമ്മൾ വലിച്ചു കയറി പൊളിച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. ഇപ്പോൾ അപ്പോൾ ഇതാണ് ഓർഡർ ചെയ്ത ഹെഡ്സെറ്റ്. പക്ഷെ അത് വന്നപ്പോൾ എന്തോ ഒരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് റിട്ടേൺ അയക്കുവാണ്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വാട്ടർ ഹീറ്റർ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. നമ്മുടെ ചൂടുവെള്ളത്തിനായിട്ടൊരു വാട്ടർ ഹീറ്റർ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. V-Guardന്റെ ആണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പൈപ്പിൽ കൂടെയാണ് അതിൻ്റെ ഇലക്ട്രിക്കൽ വയർ, പവർ കോഡൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അവിടെ കാണുന്ന DB-യിലേക്കാണ് നമ്മളിപ്പോൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇത് പിന്നെ ഫുൾ ഓട്ടോമാറ്റിക്കുമാണ്. ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചറുകളും ഒരു 5 ഡിഗ്രി താഴെ പോയി കഴിഞ്ഞാൽ ഇത് ഓൺ ആവും. അതേപോലെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് കട്ട് ഓഫ് ആവുകയും ചെയ്യും. പിന്നെ ഇത് രണ്ടും അതിൻ്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റിൻ്റെയും പൈപ്പ് ലൈനാണ്. നമ്മുടെ ഇൻലെറ്റ് തണുത്ത വെള്ളത്തിൻ്റെയും ഔട്ട്ലെറ്റ് ചൂടുവെള്ളത്തിൻ്റെ, അതിൻ്റെ രണ്ടിൻ്റെയും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വാൾവും അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതതിൻ്റെ ഔട്ട്ലെറ്റ് ആണ്, ഇതതിൻ്റെ ഇൻലെറ്റും. രണ്ടിനും ഒരു വാൾവും കൊടുത്ത് വെള്ളം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വാൾവും കൊടുത്തിട്ടുണ്ട്. തണുത്ത വെള്ളം ഈ പമ്പ് ഉപയോഗിച്ച് വലിച്ച് ഹീറ്ററിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നമ്മൾ ചൂടുവെള്ളമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് തിരിച്ച് ടാങ്കിലേക്ക് കയറ്റുവാണ് ഇപ്പോൾ ചെയ്യണത്. ഇതാണ് നമ്മുടെ ടാങ്ക് വരണത്.
ചൂടുവെള്ളം കിട്ടാനായിട്ട് നമ്മൾ സോളാറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതാകുമ്പോൾ നമ്മൾ ഓണാക്കലും ഓഫാക്കലും ഒക്കെ നമ്മൾ തന്നെ ചെയ്യണമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.